US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ബഹിരാകാശത്ത് നിന്ന് വോട്ട് ചെയ്യുവാനൊരുങ്ങി നാസയുടെ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് സുനിത വില്യംസ് വോട്ട് രേഖപ്പെടുത്തുക. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിൽ നിന്ന് സുനിത വോട്ട് ചെയ്യും. നാസയുടെ ബഹിരാകാശ യാത്രികരെ ഭ്രമണപഥത്തിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്തുവാൻ അനുവദിക്കുന്ന ഒരു ബിൽ ടെക്സസ് നിയമസഭ മുമ്പ് പാസാക്കിയിരുന്നു. 1997 മുതൽ ബഹിരാകാശ യാത്രികർക്കായുള്ള വോട്ടിംഗ് പ്രക്രിയ നിലവിലുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ പൗരന്മാർ വോട്ട് രേഖപ്പെടുത്തുന്നതിന് സമാനമായ നടപടിക്രമങ്ങൾ സുനിത വില്യംസും പിന്തുടരും. നേരിട്ട് ഹാജരാകാൻ സാധിക്കാത്തതിനാൽ സുനിത ആദ്യമൊരു ഫെഡറൽ പോസ്റ്റ് കാർഡ് അപേക്ഷ പൂർത്തിയാക്കും. ഇത് ലഭിച്ചു കഴിഞ്ഞാൽ ISS കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇലക്ട്രോണിക് ബാലറ്റ് പൂരിപ്പിക്കും. നാസയുടെ അത്യാധുനിക സ്പേസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് നാവിഗേഷൻ പ്രോഗ്രാമിനെ ആശ്രയിച്ചാണ് വോട്ടിംഗ് പ്രക്രിയ പുരോഗമിക്കുക. സുനിത വില്യംസ് പൂർത്തിയാക്കിയ പോസ്റ്റൽ ബാലറ്റ് ട്രാക്കിംഗ് ആൻഡ് ഡാറ്റ റിലേ സാറ്റലൈറ്റ് സിസ്റ്റം ഉപയോഗിച്ച് ഏജൻസിയുടെ നിയർ സ്പേസ് നെറ്റ്വർക്കിലൂടെ സഞ്ചരിക്കും. ന്യൂ മെക്സിക്കോയിലെ നാസയുടെ വൈറ്റ് സാൻഡ് ടെസ്റ്റ് ഫെസിലിറ്റിയിലെ ഗ്രൗണ്ട് ആന്റിനയിലേക്ക് വോട്ട് കൈമാറും. പിന്നീട് ഇത് ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലെ മിഷൻ കൺട്രോൾ സെന്ററിലേക്ക് സുരക്ഷിതമായി മാറ്റും. ഹൂസ്റ്റണിൽ നിന്ന് എൻസ്ക്രിപ്റ്റ് ചെയ്ത ബാലറ്റ് പ്രോസസ്സിംഗിനായി കൗണ്ടി ക്ലർക്കിന് അയക്കും. സുനിത വില്യംസിനും കൗണ്ടി ക്ലർക്കിനും മാത്രമേ ബാലറ്റ് പരിശോധിക്കുവാൻ സാധിക്കൂ. ദീപക് പാണ്ഡ്യയുടെയും ബോണി പാണ്ഡ്യയുടെയും മകളായി സുനിത 1965 സെപ്റ്റംബർ 19 ഓഹിയോവിലെ യൂക്ലിഡിൽ ജനിച്ചത്. അമേരിക്കൻ പൗരത്വമുള്ള സുനിത ബഹിരാകാശ യാത്രയ്ക്ക് നാസ തിരഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ ഇന്ത്യൻ വംശജയാണ്. ആദ്യത്തെയാൾ കൽപ്പന ചൗളയായിരുന്നു.